വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ കാശ്മീർ സ്വദേശി പോലീസിന്റെ പിടിയിലായി. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തെക്കേ നടയിൽ നിന്നുമാണ് ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലക്കാരനായ റിയാസ് അഹമ്മദ് എന്ന 24-കാരനെ പോലീസ് പിടികൂടിയത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാത്രി പെട്രോളിംഗിനിറങ്ങിയ പോലീസ് സംഘം ഇയാളെ കണ്ടെത്തുകയായിരുന്നു. കശ്മീരിലെ മദ്രസയ്ക്ക് വേണ്ടി ധനസമാഹരണത്തിനായി എത്തിയതാണ് താനെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിയിൽ ബസ് ലഭിക്കാതെ ലോറിയിൽ യാത്ര ചെയ്ത ഇയാളെ ലോറിക്കാർ കൊടുങ്ങല്ലൂരിൽ ഇറക്കുകയായിരുന്നു. തെക്കേ നടയിൽ അസമയത്ത് കണ്ടതിനെ തുടർന്നാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. എല്ലാ വർഷവും താൻ മദ്രസയ്ക്കുള്ള പിരിവിനായി കേരളത്തിലെത്താറുണ്ടെന്ന് റിയാസ് അഹമ്മദ് പോലീസിനോട് പറഞ്ഞു. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സുഹൃതം കൂട്ടുകുടുംബത്തിന്റെ പുതിയ കെട്ടിടത്തിലെ ഗൃഹപ്രവേശം നടന്നു. ദേശീയ സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ബലറാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാരമ്പര്യം അതാണ്. നന്മ നിറഞ്ഞ ധാരാളം ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട്. അതാണ് ഈ തരം സംരംഭങ്ങൾ വിജയിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യവും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ഭാരിച്ച ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അനേകം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഈ പ്രവർത്തിച്ചു വരുന്ന ഈ സംരംഭങ്ങൾ ഓരോന്നും സന്ദർശിക്കുമ്പോഴും ഈ സംരംഭങ്ങൾ നടത്തി വരുന്ന അതിൻ്റെ സംഘാടകർ ഈ പ്രവർത്തനത്തിൽ ഇടപഴകുമ്പോഴും അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ്. അത് ഈ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. സുഹൃതം കൂട്ടുകുടുംബം പ്രസിഡന്റ് പ്രസാദ് കുറ്റിപ്പറമ്പത്ത് അധ്യക്ഷനായിരുന്നു. VS സുനിൽകുമാർ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. G പത്മനാഭസ്വാമി കൂട്ടുകുടുംബ കമ്പ്യൂട്ടർ ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്വാമി തേജ് സ്വരൂപാനന്ദ സരസ്വതി, ഫാദർ ജോഷി ആളൂർ, VM സുലൈമാൻ മൗലവി, ഡോക്ടർ M ലക്ഷ്മികുമാരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. P ശശീന്ദ്രൻ, ത്രിവിക്രമൻ അടികൾ, ഡോക്ടർ മദനൻ, സജീവൻ പറപറമ്പിൽ എന്നിവരും പ്രസംഗിച്ചു. പുതിയകാവ് പൗരാവലി സമാഹരിച്ച ധനസഹായം ജീവകാരുണ്യ സംഘടനയായ ആക്ട്സിന് കൈമാറി. പുതിയകാവ് CK വളവ് പൗരാവലി സൗഹൃദ സന്ധ്യ നടത്തി സ്വരൂപിച്ച 1,57,000 രൂപയാണ് ആക്ട്സ് പുന്നക്ക ബസാറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൈമാറിയത്. പുതിയകാവിൽ നടന്ന ചടങ്ങിൽ പൗരാവലി ചെയർമാൻ സുലൈമാൻ കാക്കശ്ശേരി ആക്ട്സ് ബ്രാഞ്ച് പ്രസിഡന്റ് PU അഹമ്മദ് കബീറിന് തുക കൈമാറി. സമീർ ഗ്ലോറി, MK സന്ദീപ്, അഹമ്മദ് കബീർ കാക്കശ്ശേരി, CH ബീരാവുണ്ണി, MK നാസർ, MK മുജീബ്, ബർക്കത്തലി റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. പ്രത്യേകിച്ച് എടുത്തു പറയാന്നുണ്ടെങ്കിൽ അന്നത്തെ പ്രോഗ്രാമിന്റെ ദിവസം മാക്സിമം സാറ് പോയിച്ച അവരെ ഇന്ന് അയക്സ് പുതുപ്രസാദിലെ അംഗങ്ങളുടെ ശരിയായിട്ടുള്ള അവരെ എന്താ പറയുക ആക്റ്റീവ്നെസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിബദ്ധത അതിനെ അങ്ങേയറ്റം പുകഴ്ത്തിയേ പറ്റുള്ളൂ. അത്ര നല്ല നിലക്ക് അവർ നമ്മളായിട്ട് അക്കാര്യത്തിൽ സഹകരിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ ആക്സ് പോലുള്ള സർവ സംഘടനകൾക്ക് വേണ്ടി നമ്മൾക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കാനും അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറകൾ എപ്പോഴും ഒന്ന് നമ്മ ചിന്തിക്കുക. ചുറ്റുവട്ടത്ത് എല്ലാവരും നമ്മൾ തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അറിയാം എന്തൊക്കെ സംഭവിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ആനാപ്പുഴ ഫിഷർമെൻ കോളനിയിൽ നിർമ്മിച്ച ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യസഭാംഗം CP നാരായണൻ സബ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. TN പ്രതാപൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി, വൈസ് ചെയർമാൻ KR സുഭാഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PG നൈജി, ഉഷ ഗോപി, CK രാമനാഥൻ, റസോജ ഹരിദാസ്, പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എടവിലങ്ങ് പഞ്ചായത്ത് 14-ാം വാർഡ് 2-ാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. VS സുനിൽകുമാർ MLA കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV ഇന്ദിര അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി തങ്കപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ,
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.എം. ഷാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ. രമേഷ് ബാബു, ലൈസ പ്രതാപൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ മുല്ലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. കയ്പമംഗലം ചളിങ്ങാട് ശ്രീ അഗസ്തേശ്വരപുരം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. വൈകിട്ട് നടന്ന കാഴ്ചശീവേലിയിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. മേളകലാകാരൻ അവിട്ടത്തൂർ ശ്രീജിത്തും സംഘവും ഒരുക്കിയ പഞ്ചാരി മേളം ശീവേലിക്ക് അകമ്പടിയായി. തുടർന്ന് രഥം എഴുന്നള്ളിപ്പ്, കാവടിയാട്ടം, വൈകിട്ട് നിറമാല, ദീപാരാധന, ചുറ്റുവിളക്ക്, രാത്രി നാടകം എന്നിവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടമുട്ടം പാലപ്പെട്ടി ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് കരക്കടിഞ്ഞു. അഴീക്കോട് മുനമ്പം ബീച്ചിൽ നിന്ന് പോയ ബോട്ടാണ് ദിശ തെറ്റി അപകടത്തിൽപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഇറ്റാലിയൻ നാവികരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധം. മതിലകം പൊക്ലായിയിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ധർണ. 2 കോടി രൂപ ചെലവിട്ട് കയ്പമംഗലം അറവുശാലയിൽ ബസ് സ്റ്റാൻഡ് സമുച്ചയം വരുന്നു. നിർമ്മാണോദ്ഘാടനം മാർച്ച് 2-ന്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.